കോഴിക്കോട് കൊയിലാണ്ടി കുന്നിയൂർ മലയിൽ ദേശീയപാത നിർമ്മാണത്തിനായി മണ്ണെടുത്ത പ്രദേശത്തെ കുടുംബങ്ങൾ ആശങ്കയിൽ. പ്രദേശത്തെ സോയിൽ നെയിലിംഗ് തകർന്നതോടെയാണ് കുന്നിനു മുകളിൽ പാതയ്ക്കരികിലുള്ള റോഡും വീടുകളും അപകടഭീതിയിലായത്. വികസനത്തിന് എതിരല്ല കുന്നിയൂർ മലയിലുള്ളവർ. പക്ഷേ മലയിടിച്ചു നിരത്തി ദേശീയപാത നിർമ്മാണം തുടരുമ്പോൾ കരാറുകാരോടും സർക്കാരിനോടും അവർക്ക് ഒന്നേ പറയാനുള്ളൂ: സുരക്ഷിതമായി സമാധാനത്തോടെ സ്വന്തം വീടുകളിൽ താമസിക്കാൻ കഴിയണം. ഉപയോഗപ്രദമായ റോഡുകൾ വേണം. എന്നാൽ ഈ ആവശ്യങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. അശാസ്ത്രീയമായി മണ്ണിടിച്ചതും നെയിലിംഗ് നടത്തിയതുമെല്ലാം ആശങ്ക ഇരട്ടിപ്പിച്ചു. ഇതോടെയാണ് പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. ഇതോടെ പാതയുടെ നിർമ്മാണം പൂർണ്ണമായും നിലയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഏറ്റവും കൂടുതൽ വീട് ഉള്ളത് ഈ മണ്ണിടിയുന്ന ഭാഗമാണുള്ളത്. പക്ഷേ അതൊന്നും ഇതുവരെ ഏറ്റെടുക്കുന്നതായിട്ട് മുന്നോട്ട് പോയിട്ടില്ല. എന്തായാലും സമരമായിട്ട് ഇനി എന്തായാലും നല്ലൊരു ശക്തമായൊരു സമരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. അങ്ങനെയാണെങ്കിൽ ഇവിടെ മൊത്തം ബ്ലോക്കാക്കാനുള്ളൊരു പരിപാടിയാണ് ഇവിടെയുള്ള ജനങ്ങൾ തീരുമാനിച്ചത്. ഇപ്പോൾ എത്രയും ആൾക്കാർ 19 പേരിപ്പോൾ വാടകയ്ക്ക് താമസിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോഴും വാടകയ്ക്ക് തന്നെയാണ്. ഇപ്പോൾ ഏത് നിമിഷവും ഇടിയുന്ന ഒരു രീതിയിലാണ് ഇപ്പം കുന്നുള്ളത്. എന്തായാലും മഴയത്ത് എന്തായാലും ചെറിയ തോതിലൊക്കെ ഇടിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും അടുത്തൊരു മഴയാകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും പിന്നെ ഈ കുന്ന് മൊത്തം ഇവിടെ നിലംപൊത്തും എന്നാണ് ഇപ്പം മനസ്സിലാക്കാൻ കഴിയും. ഫുള്ള് റോഡ് മുഴുവൻ വിള്ളലാണുള്ളത്. നിർമ്മാണം നടക്കുന്ന റോഡരികിൽ 40 അടി ഉയരത്തിലുള്ള പ്രദേശത്ത് 19-ലധികം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. അശാസ്ത്രീയമായി മണ്ണെടുപ്പ് തുടരുന്നതിനാൽ പ്രദേശത്തേക്കുള്ള റോഡുകൾ പലതും തകർച്ചയുടെ വക്കിലാണ്. ഏതു നിമിഷവും വീടുകൾ താഴോട്ട് പതിക്കാമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. അതുകൊണ്ട് തന്നെ പ്രതിഷേധം അവസാനിപ്പിക്കണമെന്നും പ്രശ്നപരിഹാരം ഉണ്ടാകണമെന്നുമുള്ള ഉറപ്പുകളിലൊന്നും ഇവർക്ക് വിശ്വാസമില്ല. ന്യൂസ് മലയാളം, കോഴിക്കോട്.